ഭഗവാനെ ഇതൊരു അപ്പത്തിന് കോലത്തിൽ കൊണ്ടുപോകാൻ പറ്റിയതേ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ചെറിയൊരു പാചകമൊക്കെയാണ് കേട്ടോ. രാത്രി കിടക്കുമ്പോൾ അരി വെള്ളത്തിലിട്ടാ പെട്ടെന്ന് മക്കൾക്ക് ഇന്നലെയാണ് പറഞ്ഞത് പലഹാരമേള ഉണ്ടെന്ന്. മക്കളാണെങ്കിൽ അത് മറക്കും ചെയ്തിരുന്നു. അപ്പോൾ രാത്രിയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ശർക്കര ഒക്കെ കുറച്ച് കുറവാണ്. ശർക്കര നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരിത്തിരി ലൂസിൽ ശർക്കര പാനി വയ്ക്കാൻ മതി. നല്ല കട്ടിയിൽ പാനിയൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങ ഉണ്ടോന്നുള്ളത് അറിയില്ല കേട്ടോ. പോയിട്ട് വയ്ക്കാനിപ്പോൾ തേങ്ങ ഉണ്ടോന്നൊക്കെ പറഞ്ഞുള്ളൂ. തേങ്ങ ഒന്നുമില്ല ഇപ്രാവശ്യം. തേങ്ങ കുറവ്. പോയി തേങ്ങ ഉണ്ട് കേട്ടോ. കണ്ടപ്പോ ഞാൻ തേങ്ങ ഇല്ലാവും. അത്രയ്ക്കും ചെറുതാ. കുറച്ച് തേങ്ങ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം ഒന്നും വേണ്ട. ഇടണമെങ്കിൽ ഇടാം. ഇവർക്ക് മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. ഞാൻ പിന്നെ ഒന്നാമത്തെ രാവിലെ നേരെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എണ്ണ ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ മക്കളെ 5:30 സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞയച്ചിട്ട് എണ്ണ ഉണ്ട്. അപ്പോഴേക്ക് നമ്മൾ ശർക്കരയുടെ പാനിയൊക്കെ തണുത്തിന്ന്. അപ്പൊ ഞാൻ ഒന്നും കൂടി ചൂടാക്കിയാട്ടാ. കണ്ട ഒരു ഇത്തിരി സോഡാപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ നമ്മളിതിന്. നമുക്ക് ഈ ശർക്കരപ്പാനി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണ്ട, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഒന്ന് ലൂസിലെടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മള് ഒഴിക്കുമ്പോ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാല് അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാണ്. അപ്പം തന്നെ കുറച്ച് ലൂസിൽ നമ്മള് ഈർദോശയുടെ മാവില്ലേ, അതേപോലെ ലൂസിൽ ഇങ്ങനെ വേണം കേട്ടോ. ഈ മാവിൽ നല്ല ജീരകവും 2 ഏലക്കായും കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടാണ് അരച്ചത് കേട്ടോ. 2 സ്പൂണ് ചോറും ചേർത്തിട്ടുണ്ടേ. ഓയിൽ ഒഴിച്ച് നമുക്ക് കുറച്ച് ജീരകം, നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നീ ചെറിയ ഉള്ളി ഇല്ലേ, ഇത് ഇട്ട് കൊടുക്കട്ടാ. ചെറിയ ഉള്ളി ഇടുക. നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാൻ മറന്നല്ലേ. ഇപ്പൊ നല്ല മൂക്കണ്ട. നേരൊന്നുമില്ല, സ്കൂൾ പോവാനായി. കൊണ്ടുപോകാനുള്ളതല്ലേ. പറ്റ മോശമാക്കി കൊടുത്തായിരിക്കും ശരിയല്ല. പലരും പല പലഹാരങ്ങളും കൊണ്ടുവന്നല്ലേ. പലഹാരങ്ങളാണ് പറയുന്നത്. കണ്ട ചെറിയ ഉള്ളി ജീരകവും തേങ്ങാക്കൊത്തും കൂടി ഒന്നങ്ങോട്ട് മൂക്കട്ടെ. അടുക്കളയിൽ നിറച്ച് പാത്രം ഉണ്ട്. അപ്പൊ രാവിലെ കുറേ പാത്രം ഉണ്ടാവും. പകുതി നമ്മൾ മാറ്റി വെച്ചു. ഇനി കുറച്ച് എണ്ണ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒഴിക്കാം. കുറച്ചും കൂടി എടുത്തേക്കാം. ഇത്രയും വേണ്ട, കുറച്ച് എണ്ണ മതി. ഒരുപാട് എണ്ണ ഇതിന് കുറച്ച് അധികം ഒന്നും വേണ്ട. ഇത് നന്നായി മിക്സ് വെല്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മാവാന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. വിസിലില്ലാതെ കേട്ടോ വെക്കുക. വിസിൽ നമ്മൾ ഊരി വെച്ചിട്ട് വെറുതെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് 1 മിനിറ്റ് നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റ് നമുക്ക് കത്തിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ തട്ട് നല്ല ചൂടാക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് സിമ്മാക്കിയിട്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഒരു 10 മിനിറ്റ് കത്തിച്ചാൽ മതി. അപ്പൊ നമ്മളുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മുക്കി വെച്ചില്ല, അതിന് കുറച്ച് എണ്ണയുടെ നീര് മാത്രം ഒഴിച്ചു കൊടുക്കട്ടാ. ഞാൻ 2 പ്രാവശ്യം വറുത്തിടാൻ നേരം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇതൊന്നങ്ങോട്ട് ചുഴറ്റി കൊടുക്കാം. ഇത് നമ്മൾ എന്തിലും വെക്കുന്ന കുക്കറാണ് കേട്ടോ.
നമ്മൾ 2 കുക്കറിലും ഒരേ സമയം ഇവർക്ക് കൊണ്ടുപോകാനുള്ള അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇവർക്ക് കുടിക്കാനുള്ള കഞ്ഞിയാണ് കേട്ടാ രണ്ടാക്കും. ശ്രീകുട്ടനും കണ്ണനും അവർ രണ്ടാളും ഒപ്പാണ് സ്കൂളിലേക്ക് പോവുക. ആദ്യം പിന്നെ മറ്റവരെല്ലാവരും ഉണ്ടായിരുന്നല്ല. ഇപ്പൊ പിന്നെ എൻ്റെ മക്കൾ 3 ആളും കൂടി ഒരുമിച്ച് ഞാൻ കൊണ്ടാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ ആയതിനു ശേഷം അവർ രണ്ടാളും അവിടെ അല്ലേ. അപ്പൊ ഞാന് ഇപ്പൊ കണ്ണ് ഒപ്പം സ്കൂളിലേക്ക് വരുന്നോണ്ട് ഒരു സമാധാനം കേട്ടാ ശ്രീഹരിക്ക്. അപ്പൊ കഞ്ഞിക്ക് ഇതാ രണ്ടാക്കും കുറേശ്ശെ അച്ചാറും കൂട്ടിയിട്ടാണ് കൊടുക്കുകയാണ്. നമ്മളെ ഇലൊക്കെ വെട്ടി കൊണ്ടുവച്ചാൽ ഇല കുറവാണ് കേട്ടോ. നമുക്ക് അധികം വാഴൊന്നുമില്ല, കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. ഉള്ള വാഴ തന്നെ മക്കൾ മുഴുവൻ കേടെടുത്തിട്ട് നാശാക്കിയിട്ടും വാഴയിടലേ കുറവാണ്. ചമ്മന്തിക്കുള്ളതാണ്. സ്കൂളിലേക്ക് ചമ്മന്തി, കണ്ണൊക്കെ ചമ്മന്തി മതിയാണ്. ശ്രീകുട്ടൻ അച്ചാറും മതിയാണ്. സ്കൂളിൽ നിന്ന് കറി കിട്ടും, എന്നാലും എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണതാ. അപ്പൊ ഇങ്ങനെ ഇട്ടോ ചോറിന് തീ പിടിപ്പിച്ചിട്ടില്ലെന്ന് ഒക്കെ ഗ്യാസുമ്പോ തന്നെ ചെയ്ത കാരണം അപ്പൊ റെഡി ആയിട്ടുണ്ട്. കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയ കാരണം എന്താവും ഒരു പിടിയില്ല. ഇതൊരു അപ്പത്തിന് കോലത്തിൽ കൊണ്ടുപോകാൻ പറ്റിയത്. നല്ല ചൂട്. ആ ചട്ടുക നമ്മൾ ഒഴിവാക്കിട്ട് വലിയ ചട്ടുക എടുത്തതാട്ടാ. നല്ല ചൂട്. അങ്ങനെ അമ്മ പൊതിയൊക്കെ അറിയില്ല കേട്ടാ. നേരം വൈകണ്ട, ഇപ്പൊ തന്നെ നേരം വൈകി. അപ്പ അവൻ വൈകി പറഞ്ഞാ മതി കേട്ടാ. അപ്പോൾ നമ്മളുടെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.